ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് താമരശ്ശേരി ചുരത്തിൽ വിള്ളൽ രൂപപ്പെട്ടു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പല ജില്ലകളിൽ നമുക്കറിയാം, വടക്കൻ ജില്ലകളിലെല്ലാം തന്നെ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടലൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത തന്നെയാണ്. ദിൽഷ ചേരുകയാണ് വിവരങ്ങളുമായി. ദിൽഷ, എന്താണ് ഏറ്റവും ഒടുവിൽ നൽകാനുള്ളത്? രാവിലെ മുതൽ തന്നെ കോഴിക്കോടിന്റെ മലയോര മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള മഴയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ പലയിടങ്ങളിലും മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത പുറത്തു വരുന്നത്. ചുരം രണ്ടാം വളവിന് സമീപം റോഡിൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. ഇതുവഴി വലിയ വാഹനങ്ങളുടെ പ്രവേശനം നിരോധിച്ചതായി ഇപ്പോൾ ഹൈവേ പോലീസ് അറിയിച്ചിരിക്കുകയാണ്. അത്യാവശ്യ യാത്രക്കാർ മാത്രമേ ചുരത്തിലൂടെ സഞ്ചരിക്കാൻ പാടുള്ളൂ. യാത്രക്കാർ സൂക്ഷിക്കണമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ വയനാട് ചൂരൽമലയിലേക്ക് പല ആളുകളും ചുരം വഴിയാണ് അവിടേക്ക് എത്താൻ ഉള്ള ഒരു മാർഗം. അതുകൊണ്ട് പല ആളുകളും അവിടേക്ക് പോകുന്നതായിട്ട്, ദുരന്ത ഭൂമിയിലേക്ക് പോകുന്നതായിട്ട് നേരത്തെ തന്നെ പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ രക്ഷാപ്രവർത്തനം കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവിടേക്ക് പോകുന്നതായിട്ട് ഒരു പരാതിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം ഈ രക്ഷാപ്രവർത്തനം കാണുവാനായി ആളുകൾ ഇവിടേക്ക് പോകുന്നത് വലിയ രീതിയിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്നു. മാത്രമല്ല, വലിയ രീതിയിലുള്ള അപകടമാണ് ഇവിടെയും ഒളിഞ്ഞിരിക്കുന്നത്. ഈ താമരശ്ശേരി ചുരത്തിൽ പലയിടങ്ങളിലും മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ചുരം രണ്ടാം വളവിന് സമീപമാണ് റോഡിൽ വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. അത്യാവശ്യ യാത്രക്കാർ മാത്രമേ ഈ ചുരത്തിലൂടെ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്ന വിവരം. ദിൽഷ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ചുരം രണ്ടാം വളവിൽ എന്തായാലും റോഡിൽ വിള്ളലുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയായിരുന്നു. ചുരത്തിൽ വഴി രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമില്ലാത്ത ആളുകൾ അങ്ങോട്ടേക്കുള്ള യാത്ര ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഭാരമുള്ള വാഹനങ്ങളുടെ യാത്ര ഇപ്പോൾ താൽക്കാലികമായി അധികാരികൾ നിർത്തിവച്ചിട്ടുണ്ട്. അത്തരം യാത്രകൾ പാടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അത് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. തുടർന്നും അത്തരത്തിൽ അനാവശ്യമായി ആ വഴി യാത്ര ചെയ്യരുത് എന്ന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ അധികാരികൾ നൽകുന്നത്.